അങ്ങനെ ഏതാനും മണിക്കൂറുകൾക്ക് മുന്നെയാണ് നമ്മൾ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഈ വർഷത്തെ ആപ്പിളിൻ്റെ WWDC അവസാനിച്ചത്. അപ്പോൾ ഈ വർഷത്തെ WWDC നമ്മളെ അത്രയ്ക്കും നിരാശരാക്കി എന്ന് പറയാൻ സാധിക്കത്തില്ല. നമുക്ക് കുറേയധികം പ്രതീക്ഷകളാണ് നമുക്ക് ആപ്പിളിൻ്റെ ഭാഗത്തു നിന്ന് സോഫ്റ്റ്വെയർ പരമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അതിനുള്ള വലിയ ഉദാഹരണമാണ് iOS 16 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മളുടെ ഈ ഒരു ഇവൻറ്റിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഒരു ക്വിക്ക് റീക്യാപ്പാണ് നമ്മൾ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അതിലാദ്യം ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് iOS 16 ആണ്. നമ്മൾ വളരെ ആകാംക്ഷയോടെ തന്നെ കാത്തിരുന്ന ഒരു സോഫ്റ്റ്വെയർ റിലീസായിരുന്നു iOS 16 എന്ന് പറയുന്നത്. എന്തായാലും അത് അത്ര നിരാശപ്പെടുത്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. വളരെ കീ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സാണ് ആപ്പിൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ആദ്യം തന്നെ ലോക്ക് സ്ക്രീനിൽ വലിയൊരു ചേഞ്ചസ് ആണ് ആപ്പിൾ നടത്തിയിരിക്കുന്നത്. കാരണം ക്രെയ്ഗ് ഫെഡറിക്ക് ആ ഒരു ലോക്ക് സ്ക്രീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം ആപ്പിളിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ഇത്രയും ഒരു വൈഡർ ഓപ്ഷൻസ് ലോക്ക് സ്ക്രീനിൽ നൽകും എന്നുള്ളൊരു ഒരു കാര്യം പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. കാരണം നമുക്കിപ്പോൾ ലോക്ക് സ്ക്രീനിൽ ടൈം, ഡേറ്റ്, ഇമേജസ്, നമ്മുടെ ആ ഒരു ഇമേജിൻ്റെ സ്റ്റൈലും കളറും ഒക്കെ അനുസരിച്ച് നമ്മളുടെ ടൈമിൻ്റെ ഫോണ്ട് അല്ലെങ്കിൽ ആ ലോക്ക് സ്ക്രീനിലുള്ള ഫോണ്ട്, കളറ്, അതോടൊപ്പം തന്നെ നമുക്ക് വിജിറ്റ്സുകൾ, ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള വിജിറ്റ്സുകൾ വരെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. നോട്ടിഫിക്കേഷൻസ് ഇനി മുതൽ നമുക്ക് താഴെ ആ ഒരു ബോട്ടം ഓഫ് ദ ലോക്ക് സ്ക്രീനിലേ ഉള്ളൂ നമുക്ക് ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ ലൈവ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു പുതിയ ഓപ്ഷൻ. നാലാമത് കൊണ്ടുവന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഫോക്കസ് മോഡിലാണ്. ഫോക്കസ് മോഡിൽ വൻ അഴിച്ചുപണി എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ നമ്മുടെ ലോക്ക് സ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഇനി മുതൽ നമുക്ക് ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഫോക്കസ് മോഡ് സെറ്റ് ചെയ്യുന്ന അനുസരിച്ച് നമുക്കറിയാം ഹോം സ്ക്രീനിൽ നമുക്ക് iOS 15 നമുക്ക് ഇഷ്ടമുള്ള ഫോക്കസ് മോഡ് അനുസരിച്ച് നമ്മുടെ ഹോം സ്ക്രീൻ സെറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഈ ഒരു സെയിം സെറ്റപ്പ് തന്നെ നമുക്കിപ്പോൾ ലോക്ക് സ്ക്രീനിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിനി നമ്മുടെ ആ ഒരു ഫോക്കസ് മോഡ് അനുസരിച്ച് നമുക്ക് ലോക്ക് സ്ക്രീനും സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. അഞ്ചാമത് നമുക്ക് ഓൾ അക്രോസ് ദ പ്ലാറ്റ്ഫോം iOSലും macOSലും iPadOSലും ഫോക്കസ് ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു പുതിയ ഫംഗ്ഷനാലിറ്റി ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ഈ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി മുതൽ ഈ ഒരു ഫിൽറ്റർ, അതായത് ഫോക്കസ് ബേസ് ചെയ്തിട്ടുള്ള ഫിൽറ്ററാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പം വർക്കാണ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വർക്ക് മോഡ് അല്ലെങ്കിൽ വർക്ക് ഫോക്കസ് ആണ് നമ്മൾ എനേബിൾ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ആളുകളുടെ മാത്രമായിട്ടുള്ള മെസ്സേജസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിൽ വരുന്ന അപ്ഡേറ്റ്. ആറാമത് വലിയൊരു ചേഞ്ച് കൊണ്ടുവന്നേക്കുന്നത് നമ്മുടെ മെസ്സേജസ് ആപ്പിനകത്താണ്. ഇനി മുതൽ നമ്മൾ സെൻഡ് ചെയ്തേക്കുന്ന സെൻഡ് ചെയ്ത മെസ്സേജ് പോലും നമുക്ക് റീ എഡിറ്റ് ചെയ്ത് നമുക്ക് റീസെൻഡ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ മിസ്ഫയർ ചെയ്ത ഏതെങ്കിലും മെസ്സേജ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കത് അൺഡു ചെയ്യണം, സെൻഡ് ചെയ്ത മെസ്സേജ് അൺഡു ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇനി മുതൽ സാധിക്കുന്നതാണ്. പിന്നീട് കൊണ്ടുവന്ന വലിയൊരു ചേഞ്ച് ആയിരുന്നു നമ്മളുടെ ന്യൂറൽ എഞ്ചിൻ്റെയൊക്കെ സപ്പോർട്ടോടെ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ ഡിക്റ്റേഷൻ എന്ന് പറയുന്നത്. അത് അടിപൊളി സാധനം തന്നെയാണ്. കാരണം നമുക്ക് ഇനി മുതൽ ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഈ ഒരു ഡിക്റ്റേഷൻ ഫംഗ്ഷനാലിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലൈവായിട്ട് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ അത് നമ്മളുടെ ഫോണിൽ ടെക്സ്റ്റായിട്ട് ടൈപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നീട് വലിയൊരു ചേഞ്ച് കൊണ്ടുവന്നത് നമ്മൾ കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന ലൈവ് ടെക്സ്റ്റിനാണ്. ലൈവ് ടെക്സ്റ്റ് നമ്മൾ ഇത്ര നാളും ഫോട്ടോസിലായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല, നമുക്ക് വീഡിയോയിലും, അതായത് നമ്മളിപ്പം ഒരു യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കൊരു സംഭവം ഇഷ്ടപ്പെട്ട ഒരു കോട്ടോ അല്ലെങ്കിൽ ഒരു കോഡോ നിങ്ങൾ ആ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് കണ്ട് നിങ്ങൾക്കത് പോസ്റ്റ് ചെയ്തിട്ട് ഇനി മുതൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു എഴുതി വെച്ചേക്കുന്ന കോഡ് തന്നെ നിങ്ങൾക്ക് ലൈവ് ടെക്സ്റ്റിൻ്റെ ഫംഗ്ഷനാലിറ്റി, ഈ ഒരു ലൈവ് ടെക്സ്റ്റ് ഇൻ വീഡിയോ എന്ന് പറയുന്ന ഫംഗ്ഷനാലിറ്റി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഏറ്റവും അവസാനം ആപ്പിൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഹോമിന് എൻറ്റയർ ഹോം ആപ്പ് എന്ന് പറയുന്നത് റീഡിസൈൻ ചെയ്തേക്കാണ്. അതോടൊപ്പം തന്നെ കൊണ്ടുവന്ന വലിയൊരു ചേഞ്ചാണ് നമ്മളുടെ കാർപ്ലേ പുതിയ സ്പീഡോമീറ്റർ ഓപ്ഷൻസ് അല്ലെങ്കിൽ പുതിയ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഓപ്ഷൻസ്, അങ്ങനെ ഈവൻ നമ്മുടെ ക്ലൈമറ്റ് കൺട്രോള്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതുവരെ ഉണ്ടായിരുന്ന കാർപ്ലേ അല്ല, നമുക്ക് വൈഡർ ആയിട്ടുള്ള ഓപ്ഷൻസ് നൽകിക്കൊണ്ടാണ് ആപ്പിൾ ഈ വർഷത്തെ കാർപ്ലേനെ iOS 16 കാർപ്ലേനെ റീഡിസൈൻ ചെയ്തേക്കുന്നത്. അതോടൊപ്പം തന്നെ iOS 16 കാര്യത്തിൽ ഏറ്റവും അവസാനമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കാര്യമാണ് നമ്മളുടെ ഫിറ്റ്നസ്. രണ്ടാമത് ഈ ഇവൻറ്റിൽ നമ്മൾ കണ്ടത് WatchOS 9 ആണ്. WatchOS 9 വരുമ്പോൾ നമുക്ക് പുതുതായിട്ട് 4 വാച്ച് ഫേസസ് ആണ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. രണ്ടാമത് കൊണ്ടുവന്ന വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത് ആക്ടിവിറ്റീസിന് റണ്ണിങ് ഫോക്കസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതുപോലുള്ള ആക്ടിവിറ്റീസ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആപ്പിൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതേപോലെ തന്നെ പുതിയൊരു ബെറ്റർ വർക്കൗട്ട് വ്യൂവും കൂടെ ആപ്പിൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. WatchOSൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു പുതിയ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഫംഗ്ഷനാലിറ്റിയാണ് സ്ലീപ്പ് സ്റ്റേജ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഡീപ്പായിട്ടുള്ള ഉറക്കമുണ്ട്, അല്ലെങ്കിൽ അല്പം ബോധത്തോടെ നമ്മൾ ഉറങ്ങുന്ന സമയങ്ങളുണ്ട്. ഇങ്ങനെയുള്ള വളരെ വൈറ്റലായിട്ടുള്ള ഇൻഫർമേഷൻസ് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു മോഡാണ് സ്ലീപ്പ് സ്റ്റേജ് എന്ന് പറയുന്നത്. WatchOSലെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ ഒരു ഫംഗ്ഷനാലിറ്റിയാണ് മെഡിക്കേഷൻ ട്രാക്കിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ ഒരു ഫംഗ്ഷനാലിറ്റി നമ്മളുടെ ഐഫോണിലെയും ഒക്കെ ഹെൽത്ത് ആപ്പിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതായത് നമ്മൾ
പലരും ഉണ്ട്, ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഈ മെഡിസിൻ ഡീറ്റെയിൽസ്, അതിൻ്റെ ഇൻഫർമേഷൻ എപ്പോഴാണോ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ വാച്ചിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. വൺസ് നമ്മളത് സെറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് പോപ്പപ്പ് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ആ ഒരു ഗോൾ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഈ ഒരു മെഡിസിനെ നമ്മൾ ഏതൊക്കെ എടുത്തു എന്നുള്ളത് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഏറ്റവും അവസാനം ഇനി മുതൽ നമുക്ക് ഹോം ഡിവൈസുകൾ, അതായത് സ്മാർട്ട് ഹോം ഡിവൈസുകളെല്ലാം തന്നെ നമുക്ക് ആപ്പിൾ വാച്ചിൽ നിന്ന് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം ഏറ്റവും അവസാനത്തെ WWDCയുടെ ലീക്സിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, നമ്മൾ ഈ ഒരു ഇവൻറ്റിൽ നമ്മൾ രണ്ട് ഹാർഡ്വെയർ എങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ള കാര്യം. ആ ഒരു കാര്യം എന്തായാലും ശരിവെച്ചു, അല്ലെങ്കിൽ ആ ഒരു നമുക്ക് ലഭിച്ച ലീക്സിനെ കാര്യങ്ങളെയൊക്കെ ശരിവെക്കുന്ന കാര്യത്തിലുള്ള 2 പുതിയ പ്രോഡക്റ്റുകളാണ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമുക്ക് പുതിയ ആപ്പിളിൻ്റെ മാക്ബുക്ക് എയർ M2 എന്ന് പറയുന്ന ഒരു പുതിയ ആപ്പിളിൻ്റെ സിലിക്കൺ ആപ്പിൾ ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആദ്യം തന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, M2 എന്ന് പറയുന്നത് നമ്മളുടെ നിലവിലുള്ള A15 ബയോണിക്, നമ്മുടെ iPhone 13-ലും 13 Proയിലൊക്കെ ഉള്ള A15 ബയോണിക്കിൻ്റെ ആ ഒരു സെയിം ആർക്കിടെക്ചറിൽ വരുന്ന 5 നാനോമീറ്റർ ആർക്കിടെക്ചറിൽ വരുന്ന ഒരു പ്രോസസ്സറാണ്. കാരണം ഇതിൽ ഉപയോഗിക്കുന്ന മൈക്രോ പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആവലാഞ്ച്, അതോടൊപ്പം തന്നെ ബ്ലിസാർഡ്, ഈ 2 മൈക്രോ പ്രോസസ്സറാണ് നമ്മൾ A15-ൽ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൽ നിന്നൊരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മുടെ A15-ൽ ഉപയോഗിച്ചതിനേക്കാളും ബെറ്റർ ആൻഡ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സറാണ് ഈ ഒരു ആവലാഞ്ചും ബ്ലിസാർഡ് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാഫിക്സ് ആണ്. ഗ്രാഫിക്സിന് കാര്യമായിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ്സ് തന്നെ M1-ൽ നിന്ന് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഇതിൽ വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ എല്ലാം ഡെപ്തിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം അത് നമ്മൾ പറഞ്ഞു പോയാൽ ഈ ഒരു വീഡിയോ വളരെ ലെങ്തി ആയിപ്പോവും. രണ്ടാമത് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് നമ്മുടെ പുതിയ മാക്ബുക്ക് എയർ എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി റീഡിസൈൻഡ് ആയിട്ടുള്ള ഒരു മാക്ബുക്ക് എയർ ആണ്. കാരണം നമുക്ക് 16 ഇഞ്ച് 14 ഇഞ്ച് മാക്ബുക്ക് പ്രോയിൽ വന്ന പോലത്തെ ഒരു ഡിസ്പ്ലേ ആണ്, അതായത് ആ ഒരു നോച്ച് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിലും ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിലെ കംപ്ലീറ്റ്ലി റീഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ബോഡി, ആ ഒരു ഷാസി കംപ്ലീറ്റ്ലി റീഡിസൈൻ ആയി. കാരണം ഓവറോൾ 11.3 ഇഞ്ചസ് ആണ് അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. അത്രയും ലൈറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പുതിയ മാക്ബുക്ക് എയർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ നമുക്ക് M2 പ്രോസസ്സറാണ് വരുന്നത്. ഇതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് അപ് ടു 24 GB റാം നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പുതിയ മാക്ബുക്ക് എയർ നമുക്ക് 4 കളേഴ്സിലാണ് അവൈലബിൾ ആയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ നമുക്ക് 2 തണ്ടർബോൾട്ട് പോർട്ടും അതോടൊപ്പം തന്നെ ചാർജിങ്ങിന് വേണ്ടി അഡീഷണൽ ആയിട്ടൊരു മാക്സേഫ് ഓപ്ഷൻ നമുക്ക് കൊടുക്കും. ഇതിലുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കൊരു പുതിയ 1080p ക്യാമറ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ പിക്സൽ ഡെൻസിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പുതിയ ക്യാമറയാണ് ഇതിൽ. അതോടൊപ്പം തന്നെ ഒരു 3-ray അറേ മൈക്രോഫോൺ അറേ സിസ്റ്റമാണ് ആപ്പിൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നീട് സ്പീക്കേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് 4 സ്പീക്കേഴ്സാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. ആൻഡ് സർപ്രൈസിംഗ്ലി നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു കാര്യമാണ്, നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ലഭിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് അതിൽ 2 USB Type-C പോർട്ടുകൾ അല്ലെങ്കിൽ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ ഡിവൈസുകൾ നമുക്ക് ഈ ഒരു അഡാപ്റ്ററിൽ ചാർജ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ 65 വോട്ടിൻ്റെ ഒരു അഡാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാക്ബുക്ക് എയറിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ആപ്പിൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ ഒരു ലൈനപ്പിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ പുതിയ മാക് പ്രോ ആണ്. കാരണം അത് മാത്രമേ ഉള്ളൂ ഇന്റലിൽ നിന്ന് മാറി നമ്മുടെ M സീരീസിലേക്ക് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ സിലിക്കണിലേക്ക് മാറാനുള്ളൂ. പക്ഷേ നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ആപ്പിളിൻ്റെ M2 പ്രോസസ്സറുള്ള മാക്ബുക്ക് പ്രോയാണ് ആപ്പിൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് നിലവിലുള്ള ബേസ് മോഡൽ മാക്ബുക്ക് പ്രോ എന്ന് പറയുന്നത് അത് 13 ഇഞ്ച്, അത് തന്നെ ആപ്പിൾ M2ലേക്ക് ഇപ്പം കൺവേർട്ടഡ് ആയിട്ട്. പക്ഷേ അതിൽ കാര്യമായിട്ടുള്ള റീഡിസൈൻ ഒന്നും തന്നെ ഇല്ല. ഈ ഒരു M2 വന്നതുകൊണ്ട് തന്നെ 24 GB റാം ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. കളേഴ്സിൻ്റെ കാര്യത്തിലൊന്നും വ്യത്യാസങ്ങളില്ല. പിന്നീട് ആപ്പിൾ ഇവന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് macOS ആണ്. പുതിയ macOS വെൻറ്റൂറ എന്നാണ്. ആപ്പിൾ ഇതിൽ കൊണ്ടുവന്ന മെയിൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് സ്റ്റേജ് മാനേജർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനായിട്ടാണ്. സ്റ്റേജ് മാനേജർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും നാളും ഉണ്ടായിരുന്ന ആ ഒരു മൾട്ടി ടാസ്കിങ് വ്യൂവിലേക്ക് പോകാനെങ്കിൽ പല സ്ഥലങ്ങളിലും ചെതറി കിടക്കുന്ന കുറേ ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ സ്റ്റേജ് മാനേജർ എന്ന് പറഞ്ഞ ഫംഗ്ഷനാലിറ്റി അങ്ങനെയല്ല. നമുക്ക് സൈഡിൽ നമ്മളുടെ ആ ഒരു ഡിസ്പ്ലേയുടെ സൈഡിലായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്ന ആപ്ലിക്കേഷൻസിനെ എല്ലാം കമ്പൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ ആക്സസ് ചെയ്യാം. നമുക്കിപ്പോൾ ആപ്ലിക്കേഷൻസ് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. ഈ ഒരു സെയിം ഫംഗ്ഷനാലിറ്റി തന്നെ iPadOS 16-ലും ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. macOSൽ പിന്നീട് ഇംപ്രൂവ് ചെയ്ത വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്പോട്ട്ലൈറ്റ് ആണ്. സ്പോട്ട്ലൈറ്റിൽ നമുക്ക് ഇനി മുതൽ ഫോട്ടോസ്, വീഡിയോസ്, ഈവൻ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ബ്രൗസർ എന്ന രീതിയിൽ പല ഇൻ്റർനെറ്റിലുള്ള പല ഇൻഫർമേഷൻസും നമുക്ക് ഈ ഒരു സ്പോട്ട്ലൈറ്റിൽ നിന്ന് തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് കൊണ്ടുവന്ന ഒരു റീഡിസൈൻ എന്ന് പറയുന്നത് മെയിൽ ആപ്പിലാണ്. മെയിൽ ആപ്പിനെ കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തിട്ടുണ്ട് macOSലേക്ക് വരുമ്പോൾ. പിന്നുള്ള ഏറ്റവും വലിയൊരു ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് പാസ് കീ എന്ന് പറയുന്ന ഒരു പുതിയ ഒതൻറ്റിക്കേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഓപ്ഷൻ ആപ്പിൾ ഓൾ അക്രോസ് ദ പ്ലാറ്റ്ഫോം iPadOSലും macOSലും iOSലും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പാസ് കീ എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. നമുക്ക്
സിമ്പിളായിട്ട് പാസ്വേഡ് ഒന്നും തന്നെ ടൈപ്പ് ചെയ്യാതെ നമ്മളെ ഫേസ് ID അല്ലെങ്കിൽ ടച്ച് ID ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ഒത്തൻറ്റിക്കേറ്റ് ചെയ്യാൻ. ആൻഡ് ഏറ്റവും അവസാനം കണ്ടിന്യൂറ്റി ക്യാമറ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാലിറ്റിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഐഫോൺ അടുത്തിരിപ്പണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഫേസ് ടൈം മാക്കിൽ നിന്ന് നമ്മൾ ലോഗിൻ ചെയ്ത് ഫേസ് ടൈം കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഫോണിൻ്റെ അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ക്യാമറ എന്ന് പറയുന്ന ഫീച്ചറിൻ്റെ സഹായത്തോടെ നമുക്ക് ഐഫോണിലെ ക്യാമറാസ് ഫേസ് ടൈമിന് വേണ്ടി യൂസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഫൈനലി ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് നമ്മുടെ iPadOS 16 എന്ന് പറയുന്നത്. iPadOSലേക്ക് വരുമ്പം M1 ഡിവൈസുകൾ നമ്മൾ ലീക്സ് വീഡിയോയിൽ പറഞ്ഞിരുന്നു M1 ഡിവൈസുകൾക്ക് മാത്രമായിട്ട് കുറച്ച് ഫംഗ്ഷനാലിറ്റി കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് പുതുതായിട്ടുള്ള ഡെസ്ക്ടോപ്പ് വ്യൂ അല്ലെങ്കിൽ ആപ്പുകൾ നമുക്ക് റീസൈസ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാലിറ്റി ആപ്പിൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് iPadOSൽ പുതുതായിട്ടൊരു ഡെഡിക്കേറ്റഡ് വെതർ ആപ്പ്, ഇതുവരെ ഇല്ലാത്തൊരു ഫംഗ്ഷനാലിറ്റിയാണ് നമുക്ക് വെതർ ആപ്പ്. ഇതിന് പുതുതായിട്ടൊരു ഡെഡിക്കേറ്റഡ് വെതർ ആപ്പ് തന്നെ ആപ്പിൾ iPadOSൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇൻട്രൊഡ്യൂസ് ചെയ്ത മറ്റൊരു ഫംഗ്ഷനാലിറ്റിയാണ് കൊളാബറേഷൻ. കൊളാബറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒന്നിക്കുള്ളിൽ ആ ഒരു പേരിൽ തന്നെ ഉണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നുള്ളത്. അതായത് നമ്മൾ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്, നമ്മളെ കൊളീഗ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് പല ഏരിയാസിലേക്ക് നമ്മൾ എന്തിനാണോ ചെയ്യുന്നത്, ഇപ്പം ഒരു ഫയൽ എഡിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷൻസോ കീനോട്ടോ പ്രിപ്പയർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു കൊളാബറേഷൻ എന്ന് പറയുന്ന ഒരു ഡെഡിക്കേറ്റഡ് ടാബ് തന്നെ നമ്മുടെ ഷെയർ ഷീറ്റിൽ ഇനി മുതൽ കാണും. അത് ഓൾ അക്രോസ് ദ പ്ലാറ്റ്ഫോമാണ്. മാക്കിലും iPadOSലും iOSലും നമുക്ക് ഈ ഒരു ഫംഗ്ഷനാലിറ്റി പല ഏരിയാസിൽ നമുക്ക് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ആൻഡ് നമുക്ക് യൂസിങ് ഷെയർ പ്ലേ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇനി മുതൽ ഗെയിംസും നമുക്ക് ഫ്രണ്ട്സുമായിട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് കോളിലോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലെയർ എനേബിൾ ആയിട്ടുള്ള ഗെയിമുകളാണെന്നുണ്ടെങ്കിൽ ഷെയർ പ്ലേ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇനി മുതൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ആൻഡ് ഏറ്റവും അവസാനം ഇതുവരെ ഉണ്ടായിരുന്ന iPadൻ്റെ ഏറ്റവും വലിയൊരു ഡൗൺ സൈഡ് എന്ന് പറയുന്നത് M1 iPad നമ്മൾ കണ്ടു, iPad Pro ഒക്കെ വന്നിരുന്നു. പക്ഷേ അതിലുണ്ടായിരുന്നൊരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ iPadന് M1 ആയതുകൊണ്ട് തന്നെ ഈ M1ൽ വന്നിരിക്കുന്ന റാം എന്ന് പറയുന്നത് 8GB 16GB റാമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് മുതൽ കഴിഞ്ഞ iOS 15 ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ടൊരു കാര്യമാണ്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസിൻ്റെ ഏറ്റവും ടോപ്പ് റാം യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെമ്മറി യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് 5GB ആണ്. ബാക്കിയുള്ള 3GB വെറുതെ അവിടെ ഇരിക്കുമായിരുന്നു. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല. ഇനി മുതൽ നമ്മളുടെ ആപ്പിൻ്റെ ആ ഒരു പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് 8GB ഉണ്ടെങ്കിൽ 8GB ഫുൾ GB റാം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. 16GB ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ആ ഒരു റാം യൂട്ടിലൈസേഷൻ ഇനി മുതൽ നമുക്ക് ആപ്ലിക്കേഷൻസിൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു WWDC ഇവൻറ്റിൽ ആപ്പിൾ പുതുതായിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മിസ് ചെയ്തിട്ടുണ്ടാകും, ഡെഫിനറ്റ്ലി മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചെയ്യാനാണ്. So this is me Milan, catch you guys in the next video. Till then, peace.